ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വലിയ രണ്ട് വെല്ലുവിളികളാണ് ഇത്തവണത്തെ ഇന്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീലിനെ കാത്തിരിക്കുന്നത്. ആദ്യ മത്സരത്തിലെ എതിരാളികൾ കൊളംബിയയാണ്. അതിനുശേഷം ചിരവൈരികളായ അർജന്റീനയെ ബ്രസീൽ നേരിടുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് ടീമുകളെയും മറികടക്കുക എന്നത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമുള്ള കാര്യമാവില്ല. പ്രത്യേകിച്ച് നെയ്മർ ജൂനിയർ ഇപ്പോഴും ടീമിനോടൊപ്പം ഇല്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും അർജന്റീനയെക്കുറിച്ചും കൊളംബിയയെക്കുറിച്ചും ബ്രസീലിന്റെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന എല്ലാവിധ ബഹുമാനങ്ങളും അർഹിക്കുന്നുണ്ട് എന്നാണ് ഡൊറിവാൽ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എപ്പോഴും മികച്ച പ്രകടനം നടത്തുന്ന രണ്ട് ട്രഡീഷണൽ ടീമുകളാണ് അർജന്റീനയും കൊളംബിയയും. കൊളംബിയൻ ടീം ഇപ്പോൾ ഒരു വികാസത്തിന്റെ സമയത്തിലാണ്. ഒരുപാട് മികച്ച താരങ്ങൾ ഇപ്പോൾ അവർക്കുണ്ട്. ചിലരൊക്കെ ബ്രസീലിയൻ ലീഗിൽ കളിക്കുന്നവരാണ്. ഇനി അർജന്റീന ടീമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് അവർ. 2 തവണ കോപ്പ അമേരിക്ക നേടി. അവർ എല്ലാവിധ ബഹുമാനവും അർഹിക്കുന്നുണ്ട്. നല്ല രൂപത്തിൽ തയ്യാറെടുത്തുകൊണ്ട് മികച്ച പ്രകടനം നടത്താൻ ഞങ്ങൾക്ക് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഡൊറിവാൽ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. വരുന്ന വെള്ളിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 6:15 കൊളംബിയയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുക. ആ മത്സരം ബ്രസീലിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് നടക്കുക. പിന്നീട് അർജന്റീനയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരം വരുന്ന ബുധനാഴ്ച അഥവാ 26-ാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ആ മത്സരം അർജന്റീനയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് നടക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ട് കാണാം.